നമ്മളിപ്പോൾ ഒരു കുടുംബമായിട്ട് താമസിക്കുന്നു. രജിസ്ട്രേഷനുണ്ടോ? ഇല്ല. ഭരണഘടനയുണ്ടോ? ഇല്ല. വായുജിത്തിൻ്റെ വീട്ടിൽ വായുജിത്ത് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും കേൾക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല, ഇല്ലേ? ബട്ട് ആ കുടുംബം തകരുന്നൊന്നുമില്ല. ഇത് എഴുതി വയ്ക്കാത്തതുകൊണ്ട്, ഭരണഘടന ഇല്ലാത്തതുകൊണ്ട്, രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട്, ഇതൊന്നുമില്ലാത്ത കുടുംബങ്ങളാണ് ഏറ്റവും സ്ട്രോങ് ബോണ്ടിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒരു കുടുംബമാണ്. അത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, അതിന് ഭരണഘടനയും വേണ്ട. ഭരണഘടന ഉണ്ടായത് തന്നെ നെഹ്റു വന്ന് കത്തിടപാടൊക്കെ നടത്തി പുള്ളി നിരോധിച്ച് അത് നിരോധനം പിൻവലിക്കുന്ന എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. അപ്പോൾ ഭരണഘടന. അപ്പോൾ ഗുരുജിയോട് ബാക്കിയുള്ളവർ പറഞ്ഞു, ഗുരുജി ഒരു ഭരണഘടന ഉണ്ടാക്കി കൊടുക്കാം. ഗുരുജിയാണെങ്കിൽ ജയിലിലാണ്. അപ്പോൾ ഗുരുജി പറഞ്ഞു, ആ ശരി, നിങ്ങളൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കി അത് കൊടുത്തു, കേന്ദ്ര സർക്കാരിന് കൊടുത്തു, അങ്ങനെയൊക്കെ തൃപ്തിയായി. ഇതാണ് ഭരണഘടനയുടെ ചരിത്രം. പക്ഷേ ഈ ഭരണഘടന ഇല്ലാത്ത സെറ്റപ്പുകളാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും പ്രിയങ്ക ഖാർഗെയ്ക്ക് അറിഞ്ഞുകൂടാ. ഞാനതുകൊണ്ടാണ് അങ്ങേരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൽ സംശയം പറയാൻ കാര്യം. എന്നോട് കർണാടകയിലെ ഒരു ഫ്രണ്ട് പറഞ്ഞത് 7ാം ക്ലാസ് അല്ലെങ്കിൽ മോഹൻദാസ് മാക്സിമം 10ാം ക്ലാസ്, അത്രയേ ഉള്ളൂ പ്രിയങ്ക ഖാർഗെ. ഡോണ്ട് ടേക്ക് ദാറ്റ് മാൻ വെരി സീരിയസ്ലി. അയാളിങ്ങനെ പ്രസംഗിച്ചൊക്കെ നടന്ന് കൈയടി കിട്ടാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതിൽ അട്രാക്റ്റീവായിട്ടുള്ളൊരു പോയിൻ്റാണ് RSSനെ ആക്രമിക്കുക എന്നുള്ളത്. അത് കർണാടകത്തിൽ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയെന്നും വരും. DK ശിവകുമാർ ചെറുപ്പത്തിൽ RSSകാരനായിരുന്നു, അറിയാമല്ലോ. നമസ്തേ സദാവത്സലെ കേട്ടാൽ അറിയാമല്ലോ. അതെ, അസംബ്ലിയിൽ അത് ചൊല്ലിയ ആളാണ്. അപ്പോൾ DK ശിവകുമാർ തന്നെ പറയും, മോനെ അങ്ങോട്ടൊന്നും കയറി കളിക്കാതെ, അതൊക്കെ വെറുതെ ഡേഞ്ചറസ് കളികളാണ്, തിരിഞ്ഞു കടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നതേ ഉള്ളൂ ഈ പ്രിയങ്ക ഖാർഗെയുടെ ഏർപ്പാട്.